മക്കളെ, എല്ലാവരും ക്രിസ്മസ് എക്സാമിന്റെ പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ സോഷ്യൽ സയൻസിലെ ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യയിലെ ജനസംഖ്യ പ്രവണതകൾ ചാപ്റ്റർ എങ്ങനെയാ? പഠിച്ച് സെറ്റ് ആണോ? എങ്കിലേ എന്നോട് പറ, എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? വാട്ട് ആർ ദ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി? നമ്മുടെ ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ സൂചകങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ഘടകങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ജനസംഖ്യാ ശാസ്ത്രം കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്? ഏതൊക്കെയായിരുന്നു മക്കളെ? ഒരുപാടുണ്ടല്ലേ? ഏതൊക്കെയാ? ഒന്നാമത് നമ്മുടെ കുടിയേറ്റം അല്ലെങ്കിൽ മൈഗ്രേഷൻ. നമുക്കറിയാം, ഒരു സ്ഥലത്തുള്ള ജനസംഖ്യയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ മൈഗ്രേഷൻ, അവിടുത്തെ ആൾക്കാരുടെ കുടിയേറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത എന്താ? ജനന നിരക്കും മരണ നിരക്കുണ്ട് അല്ലെ? ബർത്ത് റേറ്റ് ഉണ്ട്, ഡെത്ത് റേറ്റ് ഉണ്ട്. ഒരു സ്ഥലത്ത് എത്ര ആൾക്കാർ മരിച്ചു അല്ലെങ്കിൽ എത്ര കുഞ്ഞുങ്ങൾ ജനിച്ചു എന്നുള്ളത് എന്താ? അവിടുത്തെ ജനസംഖ്യയെ മാറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ജനസാന്ദ്രതയുണ്ട്, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. സ്ത്രീ പുരുഷ അനുപാതം, ഫീമെയിൽ മെയിൽ റേഷ്യോ ഉണ്ട് അല്ലെ? അതും എന്താണ്? ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ ഒരു സൂചകമാണ്. അതുപോലെ തന്നെ ആയുർദൈർഘ്യം ഉണ്ട്, ലൈഫ് എക്സ്പെക്ടൻസി. ഒരു പ്രദേശത്തുള്ള ആൾക്കാർ ഏകദേശം എത്ര പ്രായം വരെ അവർ ജീവിക്കും എന്നുള്ളത് എന്താ? ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ ഒരു ഘടകമാണ്. അതുപോലെ തന്നെ മറ്റൊരെണ്ണാണ് നമ്മുടെ പ്രായഘടന അല്ലെങ്കിൽ ഏജ് സ്ട്രക്ചർ എന്നുള്ളത് അല്ലെ? ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണ് കുറവായിട്ടുള്ളത്, അതും എന്തിനു ബാധിക്കും? നമ്മുടെ ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ ഒരു സൂചകമാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് എന്താ? ആശ്രിതാനുപാതമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പെൻഡൻസി റേഷ്യോ ഉണ്ട്. ഒരു പ്രദേശത്തെ എത്ര വ്യക്തികളാണ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളത് അല്ലെ? എത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു പ്രായപരിധി ഉണ്ട്. അതിന് കീഴെ വരുന്നവരും അല്ലെങ്കിൽ വേറൊരു പ്രായപരിധിയുടെ മുകളിൽ വരുന്നവരൊക്കെ എങ്ങനെയാണ് നമ്മൾ അവരെ കാണുന്നത്? എങ്ങനെയാണ്? ആശ്രിതരായിട്ടാണ് നമ്മൾ അവരെ കാണുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ജനസംഖ്യ ശാസ്ത്രത്തിന്റെ സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത്. അപ്പൊ സിമ്പിൾ അല്ലേ? നമ്മുടെ സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഇനി നമ്മൾ എന്താ നോക്കുന്നത്? ഇന്റേണൽ മൈഗ്രേഷൻ എന്താണ്? നെക്സ്റ്റ് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ്, ഈ ആഭ്യന്തര കുടിയേറ്റം എന്താണ്? കുടിയേറ്റം എന്ന് നമ്മൾ പറയുന്നുണ്ട്, ഈ ആഭ്യന്തര കുടിയേറ്റം അല്ലെങ്കിൽ ഇന്റേണൽ മൈഗ്രേഷൻ എന്താണ്? അപ്പൊ പേരിൽ തന്നെ ഉണ്ട് ഇല്ലേ, ഇന്റേണൽ. ആഭ്യന്തരം എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് തന്നെ നടക്കുന്ന കുടിയേറ്റങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ തന്നെ നടക്കുന്ന കുടിയേറ്റങ്ങളാണ് ഇന്റേണൽ, അകത്തുള്ളത് അല്ലെ? ഇന്റേണൽ, ഇന്നും ഔട്ട് നമ്മൾ പഠിക്കും അല്ലെ? ഇന്ന് പറയുന്നത് എന്താണ്? ഉള്ളിലുള്ളതാണ്. അപ്പൊ ഇന്റേണൽ മൈഗ്രേഷൻ എന്നുള്ളത് എന്താ? നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം. അതിനൊരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ കൂടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? നമുക്ക് അടിപൊളിയായിട്ട് എങ്ങനെ പറയാം? എന്താ ആഭ്യന്തര കുടിയേറ്റം അല്ലെങ്കിൽ ഇന്റേണൽ മൈഗ്രേഷൻ എന്നുള്ളത് എന്താണ്? രാജ്യ അതിർത്തിക്കുള്ളിലുള്ള കുടിയേറ്റം, അത്രയേ ഉള്ളൂ. മൈഗ്രേഷൻ വിത്തിൻ എ കൺട്രീസ് ബോർഡർ. ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ നടക്കുന്ന കുടിയേറ്റങ്ങളാണ് നമ്മുടെ ആഭ്യന്തര കുടിയേറ്റം അല്ലെങ്കിൽ ഇന്റേണൽ മൈഗ്രേഷൻ എന്നുള്ളത്. എക്സാമ്പിൾ എന്തായിരിക്കും? ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എക്സാമ്പിൾ എന്താ? നമ്മുടെ നോർത്ത് ഇന്ത്യൻ വർക്കേഴ്സ് ഉണ്ട് അല്ലെ? നമ്മുടെ അതിഥി തൊഴിലാളികൾ ഉണ്ട്. അവർ ഇന്ത്യക്കാരല്ലേ? അവർ ഇന്ത്യക്കാർ തന്നെയാണ്. നമ്മൾ ഇന്ത്യക്കാരാണ്, അവർ ഇന്ത്യക്കാരാണ്. അവർ ജോലി അന്വേഷിച്ച് നമ്മുടെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നു അല്ലെ? അപ്പൊ അവര് നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പറയാറുണ്ട്. അവര് മലയാളികളല്ല, പക്ഷെ ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പൊ അവര് അവിടെ നടത്തുന്നത് എന്താണ്? ഒരു കുടിയേറ്റമാണ്. അവരുടെ നോർത്ത് ഇന്ത്യയിലുള്ള അവരുടെ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അവര് ജോലി ചെയ്യാണ്. അപ്പൊ രാജ്യത്തിന്റെ ഉള്ളിലാണ് ആ കുടിയേറ്റം നടക്കുന്നത് അല്ലെ? ഇന്ത്യ വിട്ട് അവർ പോകുന്നുണ്ടോ? ഇല്ല, ഇന്ത്യക്ക് അകത്ത് തന്നെയാണ് ആ ഒരു കുടിയേറ്റം സംഭവിക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്നുള്ളത്. എന്താ? വടക്കേ ഇന്ത്യയിൽ നിന്നും കേരളത്തിലേക്ക് ജോലിക്കായി വരുന്ന തൊഴിലാളികൾ, നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് പല ജോലിക്കായിട്ട് വരുന്ന തൊഴിലാളികളാണ് നമ്മുടെ ഒരു ഇന്റേണൽ മൈഗ്രേഷന്റെ അല്ലെങ്കിൽ ആഭ്യന്തര കുടിയേറ്റത്തിന്റെ ഒരു എക്സാമ്പിൾ എന്നുള്ളത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു സെഷനിൽ, നെക്സ്റ്റ് ഒരു ഷോർട്ട് വീഡിയോയിൽ നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കഷൻ ആയിട്ട് മിസ് വരാം. അപ്പൊ അതുവരെ ബൈ.